നമസ്കാരം. എപ്പേശ്ശേരി കോയനമ്പൂരി. കുംഭമാസമാണ്. കുംഭഭരണി ഏവർക്കും അറിയാവുന്ന ഒരു വിശേഷ ദിനാണ് കുംഭഭരണി. ഈ കുംഭമാസത്തിലെ ഭരണി എന്ന് പറഞ്ഞാൽ ഒട്ടനവധി ക്ഷേത്രങ്ങളിൽ ഉത്സവകാലവും കൂടിയാണ്. കുംഭഭരണിയുള്ള ഒത്തിരി ദേവീക്ഷേത്രങ്ങളുണ്ട്, ഭദ്രകാളി ക്ഷേത്രങ്ങൾ ഒത്തിരി ഉണ്ട്. എന്താണ് ശരിക്കും ഈ കുംഭഭരണി? ഏതൊരു കാര്യം പറയുമ്പോഴും ഞാൻ നിങ്ങളോട് സംവദിക്കാറുണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മള് വിശേഷ ദിവസങ്ങളിൽ വിശിഷ്യ ദർശനം നടത്തുമ്പോൾ വിശേഷപ്പെട്ട ഫലമാണ് നമുക്ക് വരുന്നത്. അതിപ്പം മഹാദേവന്റെ ശിവരാത്രി ആയാലും ഷഷ്ടി ആയാലും പ്രദോക്ഷമായാലും അങ്ങനെ ഏതൊരു കാരണം എടുക്കുന്ന ആണെങ്കിലും അവരുടെ വിശേഷ ദിവസങ്ങളിൽ ചെയ്യുന്ന വഴിപാടിന് വിശിഷ്യ ശക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു വിഷയം ഉള്ളത് കൊണ്ട് കാരണം ശരിക്കും നമ്മള് ഏറ്റവും കൂടുതൽ എന്താ പറയണേ, പ്രത്യക്ഷ ഫലത്തിന്റെ കാരകത്വം വഹിക്കുന്നതാണ് ദേവീഭാവങ്ങൾ. അതിലിപ്പോ കുംഭഭരണി എന്ന് പറഞ്ഞ ദിവസം ഉഗ്രരൂപിണിയായി നിൽക്കുന്ന ഭഗവതിയുടെ ഉഗ്രരൂപം വെളിവാക്കുന്ന ദിവസവും കൂടിയാണ് കുംഭഭരണി. ഏറ്റവും രൂപിയാണ് ഭദ്രകാളി ദേവി. ശരിക്ക് അന്ന് ഭഗവതിയുടെ ഒരു പ്രത്യേക ഭാവം ഉൾക്കൊണ്ടുകൊണ്ട്, പ്രത്യേകമായി നിൽക്കുന്ന അനുഗ്രഹകല ഉൾക്കൊണ്ടുകൊണ്ട്, പ്രത്യേകമായി നിൽക്കുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു ദിവസവും കൂടെയാണ് ഈ കുംഭഭരണി. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ നാനാക്ഷേത്രങ്ങളിലും ഈ കുംഭഭരണി ഉത്സവമായിട്ട് പോലും വരുന്നത്. ശരിക്കും അന്നേ ദിവസം ദേവീക്ഷേത്രങ്ങളിലെ ദർശനം നടത്തുക, ഞാൻ ആദ്യം പറഞ്ഞ പോലെ മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ശർക്കരയൊക്കെ ദേവിക്ക് സമർപ്പിക്കുക, ചുവന്ന പട്ടുകൾ സമർപ്പിക്കുക, ചുവന്ന ചെമ്പരത്തിമാല, ചുവന്ന ചെത്തിമാല സമർപ്പിക്കുക, ഭദ്രകാളിയുടെ ഉച്ചയ്ക്ക് ഭദ്രകാളിയുടെ നിവേദ്യം ഭക്ഷണമായിട്ട് കഴിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് അന്നത്തെ ദിവസം വളരെ കേമാണ്. അതുപോലെ തന്നെ ഭദ്രകാളി 10 ചൊല്ലുക, ഭദ്രകാളി കീർത്തനങ്ങൾ ചൊല്ലുക, കാളി കാളി മഹാകാളി എന്നുള്ള ആ സ്തുതികൾ ചൊല്ലുക, ധാരാളം പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേമാണ്. ഭദ്രകാളിക്ക് ഗുരുതി വഴിപാടുകൾ കഴിക്കുക, ഭദ്രകാളിയുടെ ഗുരുതി വാങ്ങി സേവിക്കുക, ഭദ്രകാളിയുടെ നൈവേദ്യങ്ങൾ വാങ്ങി കഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നത് കേമത്താണ്. എന്തു തന്നെ ആയാലും എങ്ങനെയൊക്കെ ആയാലും ഈ കുംഭഭരണി ദിവസം ഒന്ന് ഭദ്രകാളിയുടെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ, അദ്ദേഹത്തെ ഒന്ന് ദർശിച്ചാൽ, നമുക്ക് പരമാവധി വഴിപാടുകൾ കഴിച്ചാൽ അതിന്റെ ഒരു ഫലം വളരെ വളരെ അനുഗ്രഹീതമാണ്. കാരണം അന്നേ ദിവസം എല്ലാ സന്തോഷങ്ങളും നിറഞ്ഞ് എല്ലാ രീതിയിലും ആടയാഭരണങ്ങളൊക്കെ ചാർത്തി നല്ല കേമായിട്ട് ആ സന്തോഷ ദിവസം ഒരുങ്ങി സുന്ദരിയായിട്ട് വന്നവരൊക്കെ കാണാൻ ഇങ്ങനെ കേമായിട്ട് നിൽക്കുന്ന ഭഗവതിയാണ്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ ചെന്നാൽ എല്ലാം കിട്ടുവേ. സന്തോഷല്ലേ, എന്ത് ചോദിച്ചാലും കിട്ടും. അപ്പൊ അങ്ങനെ ഒരു ദിവസം നമ്മൾ കളയാന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു നമ്മുടെ അബദ്ധമായി മാറും. അന്നത്തെ ദിവസമൊക്കെ നമ്മുടെ കളയാന്ന് വെച്ചാൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭരണി ദിവസത്തില് ഒരു പ്രാധാന്യമുണ്ട്, ആ ഭരണി ദിവസം ഒരു കേമത്തുണ്ട്. അതുകൊണ്ട് തന്നെ അന്നേ ദിവസം ദേവീക്ഷേത്ര ദർശനത്തിന് ഒരു മടിയും വേണ്ട. എന്ത് തിരക്കുണ്ടെങ്കിലും അന്ന് ഭഗവതി ഒന്ന് തൊഴുതോളൂ. അടുത്തുള്ള ഇനിയിപ്പോ ഉത്സവമൊന്നും ഇല്ലാത്ത ഭദ്രകാളികളുണ്ട്. കാരണം മീനപ്പൂരം നടക്കുന്ന ഒത്തിരി ഭദ്രകാളി ക്ഷേത്രത്തില് അന്നത്തെ ദിവസം പ്രധാന ചടങ്ങൊന്നും കാണില്ല. വേണ്ട, നമ്മൾ ആ ഭഗവതി ഒന്ന് തൊഴുതു പൊക്കോളൂ. ഒരു ചുവന്ന മാലയൊക്കെ സമർപ്പിച്ച്, ഇല്ലെങ്കിൽ ഇത്തിരി ചെമ്പരത്തി പൂവോ ചുവന്ന പൂക്കൾ എന്തെങ്കിലും ആ ഭഗവതിക്ക് കൊടുത്ത്, എന്റെ ഭഗവതി ഒന്ന് പ്രാർത്ഥിച്ചോളൂ, ഒന്ന് കാത്തോളണേ എന്ന് പ്രാർത്ഥിച്ചോളൂ. എന്താ തരാത്ത? ഒന്നും തരാത്തതില്ല ഭഗവതി. എന്തും തരും. ഒന്ന് ആലോചിച്ചു നോക്കൂ. ശ്രീത്വം ഇല്ലേ? ധനത്തെ തരില്ലേ? ശത്രുസംഹാരകയല്ലേ? രുദ്രമൂർത്തി അല്ലേ? എന്താ തരാത്ത? എല്ലാം തരും. എന്ത് ചോദിച്ചാലും കിട്ടുന്നതാണ്. ഭഗവതിയുടെ അടുത്ത് എന്താ ചോദിച്ചാൽ കിട്ടാത്ത? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അസംശയം വേണ്ട, തൊഴുതാൽ മാത്രം മതി. കേമത്തരമായി നിൽക്കുന്ന ഉപവാസങ്ങളോ വ്രതങ്ങളോ നൊയമ്പുകളോ ഒന്നുമില്ല. നമുക്ക് രാവിലെ ഭഗവതിയെ തൊഴാൻ പറ്റുക എന്നുള്ള ഒരു ഭാഗ്യം. ഭഗവതി അനുഗ്രഹിക്കണം. ഞാൻ കേമനാണ് എന്ന് തൊഴും വെച്ച് നടക്കില്ല. ഭഗവതി വിചാരിക്കും വന്നോട്ടെ, അവനെ നമുക്ക് അനുഗ്രഹിക്കും. അപ്പൊ അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെ സൗഭാഗ്യങ്ങൾ കൊണ്ട് സന്തോഷം കൊണ്ട് നിറഞ്ഞ ഭഗവതിക്ക് മകരച്ചൂയൊക്കെ പോലെ ഇങ്ങനെ നല്ലൊരു ദിവസമാണ്. അതുകൊണ്ട് കുംഭഭരണി ദിവസം ഇത്തിരി അകലെ ആയാലും അടുത്തായാലും അടുത്ത് എവിടെയെങ്കിലും ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ ദർശനം നടത്തിക്കോളൂ. ഭഗവതി ഒന്ന് നമസ്കരിച്ചോളൂ, ഭഗവതിയോട് പറഞ്ഞോളൂ. അതൊരു കേമത്വം തന്നെയാണ്. ഒരു വളരെ 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 അനുഗ്രഹകാല തെരഞ്ഞെടുക്കലാണ്. വളരെ അനുഗ്രഹം കിട്ടുന്ന ദിവസമാണ്. നമ്മുടെ സങ്കടങ്ങൾക്ക് അതൊക്കെ പറയാൻ പറ്റിയ ദിവസമാണ്. അന്നൊക്കെ പെട്ടെന്ന് ഭഗവതി കേൾക്കും. നമ്മൾ ചിലപ്പോൾ മറ്റുള്ള ദിവസങ്ങളിൽ 12 ദിവസം പോകുന്നതിന്റെ ഫലമായിരിക്കാം ഇങ്ങനെ വിശേഷമുള്ള ദിവസം നമ്മൾ ക്ഷേത്രാർച്ചന നടത്തുന്നത്.
നമ്മൾ മറ്റു ദിവസങ്ങളിൽ 12 21 ദിവസം പോണത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഫലം കിട്ടും. ഇങ്ങനെയുള്ള വിശേഷ ദിവസം വരും. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങളെ ഓർമ്മിച്ച് നിങ്ങളെ വിടുക എന്നുള്ളത് എന്റെയും കൂടെ ദൗത്യമായതുകൊണ്ട് കുംഭഭരണി അത് മറക്കണ്ട. പറ്റുവാണെങ്കിൽ വൈകുന്നേരം ദേവി മഹാത്മ്യം മുഴുവൻ വായിക്കാൻ പറ്റിയെങ്കിൽ വായിക്കുക, ലളിതാ സഹസ്രവും വായിക്കാൻ പറ്റുമോ വായിക്കുക, അല്ലെങ്കിൽ ദേവീസ്തുതികൾ വായിക്കാൻ പറ്റുകയാണെങ്കിൽ വായിക്കുക. ഒരു വായന അറിയാത്തവര് ദേവീസ്തുതികൾ CD ഇട്ടാലും കേൾക്കുക. അങ്ങനെ ഒരു ദിവസം നമുക്ക് അങ്ങനെ ഭഗവതിയായിട്ടൊന്ന് എത്തിയേരാം. അതിന്റെ അനുഗ്രഹം സങ്കടങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, വിഷമതയിൽ നിന്ന്, ബുദ്ധിമുട്ടിൽ നിന്ന്, മനോക്ലേശത്തിൽ നിന്ന്, ശത്രുബാധയിൽ നിന്ന് രക്ഷിക്കട്ടെ. ഭഗവതി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം.